ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി സോറി ബിക്കോസ് ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും. PR ബോംബിങ്ങിൻ്റെ ഒരു ഫേസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരുമെന്ന് ഞാൻ ഇന്നലെ രാത്രി വീഡിയോയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചധികം തിരക്കുകൾ വന്നുപോയി. പിന്നെ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളിൽ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തി കൃത്യമായിട്ട് സ്പോട്ട് ഓൺ ആയിട്ട് ഈ വീഡിയോ ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. സ്ട്രെയിറ്റ് അവേ ഞാൻ കാര്യത്തിലേക്ക് വരാം. മാർക്കോ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ ചെയ്ത റിവ്യൂ, അതിൽ ഞാൻ ബണ്ണ് കടിച്ചിരുന്ന ആ ഒരു സീന് ഞാൻ പലപ്പോഴായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സിനിമേൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞത് മെജോറിറ്റിയും നല്ല കാര്യങ്ങളാണ്. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ സിനിമകളും കാണുന്ന പോലെ ആ സിനിമ കണ്ടിട്ടും എനിക്ക് നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ, അല്ലെങ്കിൽ കുറച്ച് ഓവറായില്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ 1-2 പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലേക്ക് ഒരു നെഗറ്റീവ് ആംഗിൾ, ഒരു ഗ്രഡ്ജിൻ്റെ ആംഗിൾ കൊണ്ടുവന്ന ഇവിടുത്തെ PR വർക്കേഴ്സിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ സംസാരിക്കും. ഓക്കെ, കാരണം എന്നിലേക്ക് അടിച്ചേൽപ്പിച്ച ഈ ഒരു തരം PR ഗെയിം അത് ആരിൽ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ എക്സ്പോസ് ചെയ്ത് പറയാൻ പോകുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിനുള്ളൊരു എവിഡൻസ് കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി പൊളിക്കാൻ ഒരുപാട് പേര്, കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കാരണം പലർക്കും അവരുടെ അടിവാരം ഇളകുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുക, എന്നെ ഒരു മീം മെറ്റീരിയൽ ആക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ടാസ്ക്കാണ്. അത് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നു, എന്നെ വീഴ്ത്താൻ നോക്കുന്നു, എൻ്റെ തലയ്ക്കടിക്കാൻ നോക്കും, ഞാൻ പിന്നെയും പൊങ്ങും. ഇത്രയും നടക്കും, കാരണം ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നെ ഉപദ്രവിക്കുന്നവർക്ക് കിട്ടാനുള്ളത് കിട്ടും. സ്ട്രൈറ്റ് അവേ ഞാനിവിടെ ഒരു കമൻറ്റ് നിങ്ങൾക്ക് വായിക്കാം, അധികം വലിപ്പിക്കുന്നില്ല. ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് റിൻസി എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടി ഒബ്സ്ക്യൂറ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റിൻസി. അപ്പോൾ ഈ റിൻസി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു കമൻ്റാണ്. ഈ കമൻറ്റ് വന്നിട്ടുള്ളത് News18 എന്ന് പറഞ്ഞ ചാനലിൽ വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഡിജിറ്റൽ കൺസൾട്ടൻറ്റ് മാർക്കോ സിനിമയുടെ വ്യക്തി കൊടുത്ത ഇൻ്റർവ്യൂ. മാർക്കോയുടെ സക്സസ്സിന് കാരണം അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയാണ്. ഇതെങ്ങനെ സക്സസ്ഫുള്ളായി മാർക്കറ്റ് ചെയ്തു, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളത് വിപിൻ കുമാർ News18 സംസാരിച്ച വീഡിയോയുടെ അടിയിൽ ഈ സിനിമയുടെ ഒറിജിനലായിട്ട് ഇതിൻ്റെ PR വർക്കും ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഈ പടം തുടങ്ങുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പും പടം ഇറങ്ങിയതിന് ശേഷവും ഒക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒബ്സ്ക്യൂറ മീഡിയയുടെ റിൻസി, ഇത് ഡിസൈൻ ചെയ്ത റിൻസി എന്ന് പറഞ്ഞ വ്യക്തി ആണ് ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ കമൻറ്റ് വായിക്കാം. ഇത്രയും ആളുകൾ കാണുന്ന മീഡിയയ്ക്ക് അത്യാവശ്യം വേണ്ടത് കൊടുക്കുന്ന വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കുക എന്നതാണ്. അതില്ലാതെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് ഞാനാണ് ഈ ചിത്രത്തിൻ്റെ മാർക്കറ്റിംഗ് മൊത്തം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ വെള്ളം തൊടാതെ അടുത്തത് വിഴുങ്ങി അതിനു ഭീകരമായ തള്ളുകൾ പറയുമ്പോൾ ഒന്നാലോചിക്കണം, നിങ്ങൾക്ക് പറ്റിയ പണി ഇതല്ല. നല്ല സലൂണിലും പോയിരുന്ന് അല്ലെങ്കിൽ ഉടൻ അത്തരത്തിൽ ഒരെണ്ണം തുടങ്ങും. ഇയാളല്ല മാർക്കോ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനഞ്ഞതും അത് നടപ്പിലാക്കാൻ ടീമിനൊപ്പം അഹോരാത്രം കഷ്ടപ്പെട്ടതും. ഉളുപ്പില്ലാതെ ഇവനോട് ഒന്ന് തെളിവ് കാണിക്കാൻ പറയും. അത്ര ധൈര്യമുണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ. കൃത്യം മാർക്കോയുടെ പ്ലാൻ എൻ്റെ കയ്യിലാണുള്ളത്, കാരണം അത് ചെയ്തത് ഞങ്ങളുടെ കമ്പനിയാണ് എന്ന് പറഞ്ഞ് News18 അടിയിൽ റിൻസി എന്ന് പറഞ്ഞ വ്യക്തി ഇട്ട കമൻ്റാണ്. ഈ കമൻറ്റിൻ്റെ പകുതിയെ ഞാൻ വായിച്ചിട്ടുള്ളൂ. പകുതി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരും. അപ്പോൾ ഈ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? News18 വന്ന വിപിൻ എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് ഓഫ് മാർക്കോ, ആ വ്യക്തിയല്ല സിനിമയുടെ മാർക്കറ്റിംഗ് ചെയ്തത് എന്നും മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ മാർക്കറ്റിംഗ് ചെയ്തത് ഒബ്സ്ക്യൂറ മീഡിയ എന്ന് പറഞ്ഞ മീഡിയയും അതിൽ വർക്ക് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത റിൻസി എന്ന് പറഞ്ഞ വ്യക്തിയുമാണ്. ഇനി എന്നിലേക്ക് ഈ കമൻറ്റും കാര്യങ്ങളും ഈ ഇൻഫർമേഷനും എങ്ങനെ എത്തി, ഇതിൽ ഞാൻ എന്ന് പറഞ്ഞ എലമെൻറ്റിന് എന്നെ എങ്ങനെ ടാർഗറ്റ് ചെയ്തതിൻ്റെ എന്ത് തെളിവാണുള്ളത് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ പറയാം. നമ്മുടെ ആറാട്ടണ്ണൻ എന്നെ ഒരു ദിവസം രാത്രി വിളിക്കുകയാണ്. ഞാൻ ഡോഗിനി വെച്ച് നടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഒബ്സ്ക്യൂറ മീഡിയയിലെ റിൻസി ആറാട്ടണ്ണൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. മാർക്കോ സിനിമയുടെ സക്സസ്സിന് വേണ്ടി അവർ അഹോരാത്രം കഷ്ടപ്പെട്ടത് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിൽ ആറാട്ടണ്ണന് പറയാം. ക്രെഡിറ്റ് മൊത്തം വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ്റെ കൂടെ കുറച്ച് കാലമായിട്ട് നടക്കുന്ന പേഴ്സണൽ PR ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമകൾ വരുമ്പോൾ അത് PR ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, മീഡിയ കൺസൾട്ടൻ്റ് ആണ്. ഈ വ്യക്തി അടിച്ചു മാറ്റി. റിൻസിയും ഒബ്സ്ക്യൂറയും ഒരുപാട് കാലം ഡിസൈൻ ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ് മാർക്കോയുടെ പ്രൊമോഷൻ ട്രിക്കുകൾ അല്ലെങ്കിൽ പ്രൊമോഷൻ സാധനങ്ങൾ നമ്മൾ കണ്ടത്.
അതിലെവിടെയും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടനെ ഒരു പേഴ്സണൽ ഹെയ്റ്റോ ഒരു മതം എലമെന്റോ ഒരു റിലീജിയസ് എലമെന്റോ കൊണ്ടുവന്നിട്ടല്ല അവർ മാർക്കറ്റ് ചെയ്ത്. അതിൽ ഉണ്ണി മുകുന്ദൻ ഫാൻസും ഭയങ്കര സന്തോഷത്തിലാണ്. ഇതുവരെ മാർക്കോടെ മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ സിനിമകളും ഇറങ്ങിയപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമകളുടെയും ആ വ്യക്തിയുടെയും പേഴ്സണൽ PR നടന്നിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു മതം, അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇയാളുടെ പേഴ്സണൽ ലൈഫ്, ഈ കല്യാണം, അത് ഇത് അങ്ങനെ കുറേ ഗോസിപ്പുകൾ വെച്ചിട്ടൊക്കെയാണ് ഇയാളുടെ പേഴ്സണൽ PR നടന്നിട്ടുള്ളത്. അതുകൊണ്ടുള്ള എഫക്റ്റും ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടന്റെ മുകളിൽ മാർക്കോ ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ? ഉണ്ണി മുകുന്ദൻ ഫാൻസ് തന്നെ അഡ്മിറ്റ് ചെയ്തൊരു സത്യമാണ്. അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും ഇപ്പോൾ വെക്കുന്നില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു PR നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു വ്യക്തി ഈ നടന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോഴാണ് മാർക്കോ സിനിമ ഓണാവുന്നതും മാർക്കോയുടെ PR വർക്ക് ഈ പറഞ്ഞ റിൻസിക്ക് അടക്കമുള്ള ഒബ്സ്ക്യൂറ മീഡിയക്ക് കിട്ടുന്നതും. അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ നടനെ അല്ലെങ്കിൽ ആ സിനിമയെ മാത്രം ഫോക്കസ് ചെയ്ത് വളരെ ഫ്രഷ് ആയിട്ട് ആ നടനിലേക്ക് ഒരു തരത്തിലുള്ള റിലീജിയസ് പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് കൊണ്ടുവരാതെ ദ മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ടാറ്റിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. മാർക്കോ സിനിമയുടെ ഈ റിലീസിന് മുമ്പുള്ള പ്രൊമോഷൻ വർക്കുകളൊക്കെ ഭയങ്കര ഗ്രാൻഡ് സക്സസ് ആവുന്നു. സിനിമയുടെ ആ ടാഗ് ലൈൻ തന്നെ ആളുകളിലേക്ക് എത്തുന്നു, ദ മോസ്റ്റ് വയലന്റ് മൂവി. അല്ല, അടിപൊളിയായിട്ട് അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും പോകുന്നു, സിനിമ ഇറങ്ങുന്നു, സിനിമ ഇൻസ്റ്റൻറ്റ് ഹിറ്റാവുന്നു. ഹിറ്റായതിന് ശേഷം വീണ്ടും ഇതിനെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഇതിന് മുമ്പ് ഈ നടൻ്റെയും അല്ലെങ്കിൽ സിനിമകളൊക്കെ PR ചെയ്ത വ്യക്തി എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട് അയാളാണ് ഇതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്, അയാളാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ എടുത്ത കഷ്ടപ്പാട്, ഒബ്സ്ക്യൂറ മീഡിയയും റിൻസി അടക്കമുള്ളവരെടുത്ത കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച വരയായില്ലേ? ആൻഡ് ഒബ്സ്ക്യൂറ മീഡിയയ്ക്ക് അവരുടെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വർക്കറെ നഷ്ടപ്പെട്ട ഒരു സമയമാണ് ഈ 6 മാസം. കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫ്ലൈ ഓവറിന് മുകളിൽ ഒരു മീഡിയ പയ്യൻ ബൈക്ക് ഇടിച്ച് മരിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഒബ്സ്ക്യൂറ മീഡിയയുടെ ആളാണ്. ആ പയ്യൻ്റെ മരണ വാർത്ത വരെ അവരെ ഭയങ്കരമായി വിഷമിപ്പിച്ച സമയത്തും അവർക്ക് വർക്കിനോടുള്ള അവരുടെ ഒരു വർക്കിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം അവർ കൃത്യമായിട്ട് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ആ ചെക്കനെ ബൈക്ക് അടിച്ച ആളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആ ഫൈറ്റും അവർ നടത്തുന്നു, ഒബ്സ്ക്യൂറ മീഡിയ അവരെ ഏറ്റെടുത്ത പണി നടത്തുന്നു, റിൻസി അത് ഡിസൈൻ ചെയ്ത് റിൻസി അതിൻ്റെ പിന്നാലെ പോകുന്നു. ഇത്രയും ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വന്നൊരു റിസൾട്ട് 1-2 ചാനലിൽ കയറിയിട്ട്, ഇപ്പോൾ ക്യൂവിൽ കയറിയിട്ട് ക്യൂ സ്റ്റുഡിയോയിൽ ഈ വ്യക്തി വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ന്യൂസ് 18 വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അയാളാണ് ഡിസൈൻ ചെയ്തത്, അയാളാണ് മാർക്കറ്റിംഗ്, ഇതിൻ്റെ സക്സസ്സിന് പിന്നിൽ അയാളാന്ന് പറയുമ്പോൾ ഇത്രയും വർക്ക് എടുത്ത ആളുകൾക്ക് ഇത് കണ്ട സങ്കടം തോന്നില്ലേ? ആ സങ്കടമാണ് റിൻസി എന്ന് പറഞ്ഞ വ്യക്തി ആറാട്ടണ്ണനോട് ഷെയർ ചെയ്തതും അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ കണ്ടിന്യൂസ് അവരുടെ ഇൻസ്റ്റാഗ്രാം വാളിൽ നിങ്ങൾ കയറി നോക്കിയാൽ പല പോസ്റ്റുകളിലായിട്ട് അവർ തന്നെ എഴുതിയിട്ടിട്ടുണ്ട് ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റലിനെ കുറിച്ചിട്ട്. ഇത് ആറാട്ടണ്ണനോട് പറയുന്നു, ആറാട്ടണ്ണൻ എന്നെ വിളിക്കുന്നു, സംസാരിക്കുന്നു. ആറാട്ടണ്ണൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ മുതൽ എന്നെ വിളിച്ചു, അതിനുശേഷം ആറാട്ടണ്ണൻ അയാളുടെ പ്രൊഫൈലിൽ വീഡിയോ ഇടുന്നു. എനിക്കിതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാവണമെങ്കിൽ ഞാൻ റിൻസിയെ കോൺടാക്ട് ചെയ്യണം. ആറാട്ടണ്ണൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ റിൻസിയെ കോൺടാക്ട് ചെയ്യുന്നു. ആറാട്ടണ്ണൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് പറയാം. ഉണ്ണിമുകുന്ദൻ മൗനം പാലിക്കുന്നു. മാർക്കോയുടെ മാർക്കറ്റിംഗ് വേണ്ടി വർക്ക് ചെയ്ത ഒബ്സ്ക്യൂറ മീഡിയയും എനിക്ക് പേഴ്സണലി അറിയാവുന്ന റിൻസിയൊക്കെ ചേർന്നാണ്. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അതിൻ്റെ ഡിജിറ്റൽ കൺസൾട്ടൻ്റായ വിപിൻ കുമാർ എടുക്കുകയാണ്. ക്യൂ സ്റ്റുഡിയോ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു. അത് പിൻവലിക്കാൻ പറഞ്ഞപ്പോൾ ക്യൂ സ്റ്റുഡിയോ പിൻവലിക്കുന്നില്ല. റിൻസി ഉൾപ്പെടെ ഒബ്സ്ക്യൂറയിൽ എല്ലാവരും കഷ്ടപ്പെട്ട് 6 മാസത്തോളം കഷ്ടപ്പെട്ടാണ് ഈ മാർക്കോ സിനിമ മാർക്കറ്റ് ചെയ്തത്, ഡിഫറെൻ്റ് രീതിയിൽ മാർക്കറ്റ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ണിമുകുന്ദൻ്റെ പണ്ടേ PR ആയിരുന്ന വിപിൻ കുമാർ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ മൗനം പാലിക്കുന്നു. ഒരാൾ കഷ്ടപ്പെട്ടെടുത്ത എഫേർട്ട് കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാര്യം മറ്റൊരാൾ എടുക്കുന്നത് ശരിയല്ല. അത് പിൻവലിക്കാൻ പറഞ്ഞപ്പോൾ ക്യൂ സ്റ്റുഡിയോ പിൻവലിച്ചുമില്ല. ഡിജിറ്റൽ കൺസൾട്ടൻ്റായ വിപിൻ കുമാർ അത് ചെയ്തത് വളരെ മോശമായി പോയി. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ മൗനം പാലിക്കുന്നതും ശരിയല്ല. ഇത് അനീതിയാണ്. ഇതിൽ എന്ത് മാധ്യമധർമ്മമാണ് ഉള്ളത്? ആറാട്ടണ്ണൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആറാട്ടണ്ണൻ പോസ്റ്റ് ചെയ്ത വീഡിയോ. ആൻഡ് ഈ വീഡിയോ വരെ പുൾ ഡൗൺ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകണു എന്ന് അറിയുമ്പോൾ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതുവരെ ആറാട്ടണ്ണൻ്റെ പ്രൊഫൈലുണ്ട്, ഇനി എന്താവും എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് അടിച്ചു മാറ്റൽ പരിപാടി മാർക്കോടെ PR ടീമിൻ്റെ ഭാഗത്തു നിന്ന് വേറൊരു വ്യക്തി അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഇന്ന് എവിഡൻ്റ് ആണ്. ഇനി ഞാനിവിടെ ഈ റിൻസി അവരുടെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട കുറേ പോസ്റ്റുകൾ ഞാനിവിടെ സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും ഈ പോസ്റ്റുകൾ വായിക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്തതിൻ്റെയും
കുറേ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ഞാനിവിടെ വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വ്യക്തിയെ വിളിച്ചത് മുതൽ ഞാൻ ഈ വ്യക്തിയോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇതെന്താണെന്ന് അറിയണം. കാരണം എനിക്കെതിരെ നടന്നൊരു PR-ing അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അതാണ് നോക്കിയത്. അതായത് ഈ ഒബ്സ്ക്യൂറ മീഡിയ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ സിനിമ ഇറങ്ങി ഇതിൻ്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് ആ ബന്ന് കടിച്ചു പിടിച്ച് ഞാൻ എൻ്റെ ഹൈയിൽ വെച്ചതാണ്. ഞാൻ പലപ്പോഴായിട്ട് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ പടം അത്രയും ഇഷ്ടമായി. ഞാൻ അത്രയും ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ചെവി കടിച്ച് പറിക്കാൻ പറ്റില്ലല്ലോ. ബന്ന് മേടിച്ച് ബന്ന് കയ്യിൽ വെച്ചിട്ട് അത് ഞങ്ങളത് ആ രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ നിൽക്കുന്ന രസത്തിന് വേണ്ടി ചെയ്ത കാര്യമാണത്. അല്ലാതെ ഒരാളെ കളിയാക്കാനോ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല, സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞിട്ട് പോകൂടെ. എനിക്ക് അതിനുള്ള ഉറപ്പൊക്കെ ഉണ്ട്. മനസ്സിലായ? സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും എന്നിലേക്ക് ഈ നെഗറ്റീവ് സാധനം, പ്രത്യേകിച്ച് ഞാനത് കഴിഞ്ഞിട്ട് ചെയ്ത എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഒരുമാതിരി വർഗീയത കുത്തിക്കലർത്തിയിട്ടുള്ള ഒരു മറ്റോടത്തെ PR-ing ആണ് എനിക്കെതിരെ നടത്തിയത് എന്നുള്ളത്. ആൻഡ് അതിന് വേറൊരു പാറ്റേൺ ആയിരുന്നു. ഈ മാർക്കോടെ ഒബ്സ്ക്യൂറ മീഡിയ ചെയ്ത ആ ഒരു പാറ്റേണിലേ അല്ല എനിക്കെതിരെ നടന്ന PR-ing. അതിനൊരു കാരണം റിൻസിയായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് വ്യക്തമായത്. ഈ സിനിമയുടെ എല്ലാ പ്രൊമോഷൻസും, അതായത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അല്ലാതെ കോളേജ് ഇവന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അവരും, ട്രോളുകൾ കൈകാര്യം ചെയ്തത് ഈ വിപിൻ കുമാറുമാണ്. എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വ്യൂവേഴ്സിന് അറിയാം, എനിക്കെതിരെ വരുന്ന ട്രോളുകൾ, മീമുകൾ, ട്രോൾ ഇടുന്ന പേജുകൾ, മീം ഇടുന്ന പേജുകൾ വളരെ വ്യക്തമായിട്ട് ഈ സംഘ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പേജുകളും ചെയ്യുന്ന വ്യക്തികളുമാണ്. അവരിൽ നിന്നാണ് എനിക്ക് മോസ്റ്റ്ലി ഹെയ്റ്റ് വന്നിട്ടുള്ളത്. അത് കണ്ട് അതിൻ്റെ വ്യൂവർഷിപ്പ് കണ്ടപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ചെയ്തു, കൂടെ തുള്ളി. ഇതാണ് സംഭവിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നിലേക്ക് ഉണ്ണിമൂന്തൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ ഹെയ്റ്റും ട്രോളും മീമും സംഘപരിവാർ എലമെന്റ് കുത്തിക്കേറ്റിട്ടുള്ള PR-ing ആണ്. ആൻഡ് അത് പ്രോപ്പറായിട്ട് എവിടുന്ന് വരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വിപിനും ഈ പറഞ്ഞ ഒബ്സ്ക്യൂറ മീഡിയയും റിൻസിയും തമ്മിലുള്ളത് ക്രെഡിറ്റ് അടിച്ചു മാറ്റി, വിപിൻ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയ സീനാണെങ്കിൽ എൻ്റെ വിഷയം എന്താണെന്നുള്ളത് ഇനി ഞാൻ ആദ്യം വായിച്ച കമൻറ്റിൻ്റെ ബാക്കി വായിച്ചു തരാം. ഓക്കെ? ആർക്കെങ്കിലും ഈ കള്ളത്തരങ്ങൾ വിശ്വാസമാണെങ്കിൽ ആവാം, നിങ്ങൾ വിശ്വസിച്ച വിപിൻ പറയുന്നത്. പക്ഷേ ഒന്നോർക്കണം, ഈ മഹാനായിരുന്നു നേരത്തെയുള്ള ചിത്രങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തത്. അപ്പോൾ അന്നുണ്ടാക്കാൻ പറ്റാത്ത വിജയം ആൻഡ് എൻഗേജ്മെൻറ്റ് ഇന്നെങ്ങനെ വന്നു? പുതിയ തലച്ചോർ ഫിറ്റ് ചെയ്തു. പഴയ സിനിമകൾ, ഉണ്ണിമൂന്തൻ്റെ മാർക്കോയ്ക്ക് മുമ്പുള്ള പഴയ സിനിമകളിൽ എവിടെയും വരാത്ത ഒരു ഹിറ്റ് മസാല, ഒരു പ്രൊമോഷൻ മസാല ഇയാൾ പുതിയതായിട്ട് എവിടുന്ന് കൊടുന്നു എന്നുള്ള ചോദ്യം തന്നെയല്ലേ? വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പം മാളികപ്പുറം ഒരു ഹിറ്റാണ്, പക്ഷെ മാളികപ്പുറം ഹിറ്റാവാൻ കാരണം എനിക്ക് ഷുവറായിട്ട് പറയാം, ഞാനും ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നുള്ള ആ ഒരു ഹീറ്റഡ് ഫോൺ കോളാണ്. അത് മാർക്കറ്റ് ചെയ്തതും ഒരു റിലീജിയസ് ആസ്പെക്റ്റ് വെച്ച് ഒരുമാതിരി വർഗീയത കലർത്തിയിട്ടുള്ള മാർക്കറ്റിംഗ് അവിടെയും നടന്നിട്ടുണ്ട്. ഞാൻ അതന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്ന് മുതൽ ഡൗട്ടാണ് ഈ പേര്, ഇവർ ഈ പറയുന്ന വിപിൻ കുമാർ എന്ന് പറഞ്ഞ പേര് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് എവിടെയും പറയാതിരുന്നതും ആരോടും സംസാരിക്കാതിരുന്നതും എനിക്ക് എവിഡൻസ് ഇല്ലാതെ അവർ പറഞ്ഞു, ഞാനത് കേട്ടു, ഞാൻ മിണ്ടാതിരുന്നു. ഓക്കെ? പക്ഷെ ഇപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും സംശയമുണ്ട്. അന്ന് ആ നടൻ ഞാൻ പല ഇൻ്റർവ്യൂസും ഉണ്ട്, അന്ന് ആ നടൻ എന്നെ വിളിക്കാൻ കാരണം മേ ബി അയാൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു പോർഷൻ കൊണ്ടുപോയി ആ നടനെ കാണിച്ചു കൊടുത്തതായിരിക്കാം, എന്തെങ്കിലും അത് തെറ്റിദ്ധരിച്ച് എന്നെ വിളിച്ചതായിരിക്കാം. എന്നിട്ടായിരിക്കാം എൻ്റെ അച്ഛനും അമ്മയും ചീത്ത വിളിച്ചേ. എനിക്ക് ആ വ്യക്തിയോട് എൻ്റെ അച്ഛനും അമ്മേനും ചീത്ത വിളിച്ചതിലുള്ള ദേഷ്യമുള്ളൂ. അല്ലാതെ അയാൾ ചെയ്യുന്ന വർക്കിലോ അയാൾ ആസ് എൻ ആക്ടർ അയാളുടെ പ്രൊഫഷനിലോ എനിക്ക് അയാളോട് ഒരു ദേഷ്യവും ഇല്ല. അയാൾ നന്നാവണം, അയാളുടെ സിനിമകൾ നന്നാവണം, ഇൻഡസ്ട്രി നന്നാവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ളൊരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലായി? അതുകൊണ്ടാണ് സിനിമ ഇറങ്ങിയ സമയത്തും എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ധൈര്യമായിട്ട് പറഞ്ഞത്. ഓക്കെ? ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇവന് ഒന്നറിയാം, മതം വെറുപ്പ് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് മാത്രം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇവൻ ഒന്നറിയാവുള്ളൂ, മതം വെറുപ്പും വെച്ച് മാർക്കറ്റ് ചെയ്യും, എന്നിട്ട് അത് 4 ആൾക്കാർ അറിയും. സിമ്പിളാണ്. ഈ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പ് ചെയ്ത മാർക്കറ്റിംഗ് ഏതൊക്കെയാണോ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതിൽ കൃത്യമായിട്ട് ഈ നടൻ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വന്നിട്ടുള്ളത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമാണ്. അയാൾ ചെയ്ത വർക്കിനെ പോലും നോക്കാതെ അയാളുടെ മതം, രാഷ്ട്രീയം, അയാളുടെ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന മാർക്കറ്റിംഗ് ഇയാൾക്ക് നെഗറ്റീവാണ് അടിച്ചു കൊടുത്തത്. അത് ഇവിടുത്തെ ഉണ്ണി മുകുന്ദൻ ഫാൻസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ ഈ വ്യക്തി, ഈ PR ചെയ്യുന്ന, ഈ പേഴ്സണൽ PR ചെയ്യുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അവർ വെറുക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. മാർക്കോ ഇറങ്ങി ഒബ്സ്ക്യൂറ മീഡിയയും റിൻസിൻ്റെയും PR-ങ്ങിലാണ് ഈ വ്യക്തിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തന്നെ കയറുന്നത്.
ഓക്കെ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇയാളുടെ പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തു വെച്ച് നോക്കാൻ തുടങ്ങി, ഫാൻസ് തന്നെ. ആ ഫാൻസ് ചോദിച്ചതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഒക്കെ തെളിവുകളും സ്ക്രീൻഷോട്ടും നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അങ്ങനെ സിനിമ അറിയും. ആ സിനിമയ്ക്ക് ശേഷം ഈ നടൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വല്ല ധാരണയും ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇതൊന്നും കാണിക്കില്ലായിരുന്നു. സത്യമാണ്. ഒരു പടം ഹിറ്റാക്കാൻ ഒരു നടന് ഒരു വർഗീയ ചായ്വോ അല്ലെങ്കിൽ ഒരു മതപരമായ ചായ്വോ ഇട്ട് കൊടുത്തിട്ട് അയാളുടെ സിനിമാ കരിയർ തന്നെ ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് മാർക്കോ വരുന്നതും മാർക്കോയുടെ പ്രൊമോഷൻ PR ലെവൽസ് വേറെ രീതിക്ക് പോകുന്നതും അതിൽ നിന്ന് ഭയങ്കര വൈഡ് ആക്സെപ്റ്റൻസ് ഈ നടന് കിട്ടുന്നതും. ഓക്കെ. ഇവിടെ ആ നടനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ച എല്ലാ ബോക്സിൽ നിന്നും അയാൾ പൊട്ടിച്ച് പുറത്തു വന്ന് സൂപ്പർ സ്റ്റാർ ആയിട്ട് അയാൾ മാറുകയാണ്. അതിനൊരു പ്രോപ്പർ PR മെത്തേഡ്, വളരെ ഡീസൻ്റായി ആരെയും ഒരു തരത്തിലും ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരാൾക്കും ഒരു പേഴ്സണൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രോപ്പർ PR ആണ് ഒബ്സ്ക്യൂറി വിൻസി നടത്തിയത്. പക്ഷെ അവിടെയും ട്രോള് ഹാൻഡിൽ ചെയ്ത ഈ വ്യക്തി കാണിച്ചത് എന്താണെന്നുള്ളത് ഇനി കമൻറ്റിൽ നിങ്ങൾ വായിക്കും. ഇനിയുള്ളത് പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പേരുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ വെറുതെ ഇതിലേക്ക് വലിച്ചിട്ടത് കൃത്യം റിലീസിന് ശേഷമല്ലേ? അല്ലേ? മാർക്കോ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാനത് ഒപ്പീനിയൻ പറഞ്ഞിട്ട് പോയ ഒരാളാണ്. സിനിമ ഇറങ്ങിയിട്ട് അത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് അതിൽ എൻ്റെ റിവ്യൂ പറഞ്ഞ ഒരാളാണ്. ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും പറയുന്നത് പോലെ എനിക്ക് ലോ ആയിട്ട് തോന്നിയ പോർഷൻസ് ലോ എന്ന് പറഞ്ഞത് മാത്രമാണ് ഞാൻ ചെയ്തത്. അതുവരെ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ട്രോള് കൈകാര്യം ചെയ്തിരുന്ന ഈ പെർട്ടിക്കുലർ വ്യക്തി പൊളിഞ്ഞു കാണും. ഇയാളുടെ സ്ഥിരം സ്ട്രാറ്റജി ഇതാണല്ലോ, ഇത് മാത്രമാണല്ലോ ഇങ്ങനെ അറിയുന്ന പരിപാടി. ഇനിയുള്ളതും കൂടി നിങ്ങൾ വായിക്കും. ഇതുവരെ ഈ പടത്തിൻ്റെ മാർക്കറ്റിംഗ് അയാളെ ഉപദ്രവിച്ചിട്ടില്ല. പടത്തിൻ്റെ റിലീസിന് മുമ്പ് വരെ ഒരു രീതിയിലും ഒബ്സ്ക്യൂറോ ബാക്കിയുള്ളവരോ ചെയ്ത ഒരു മാർക്കറ്റിങ്ങും സീക്രട്ട് ഏജൻറ്റിനെ ഉപദ്രവിച്ചിട്ടില്ല. സീക്രട്ട് ഏജൻറ്റിലേക്ക് അവർ എത്തിച്ചിട്ടുമില്ല. അവർക്ക് ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞുള്ള നടനും ആ സിനിമയും മാത്രമായിരുന്നു അവരുടെ മേക്കിംഗ്, അവരുടെ ആ ഒരു പാറ്റേണിൽ PRing പാറ്റേണിലുണ്ടായിരുന്നു. ഇയാൾ പടം ഹിറ്റാണെന്നറിഞ്ഞതോടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? നാടകങ്ങളാണ് മൊത്തം. കൃത്യമായിട്ട് ഇവർ എഴുതിയത് ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇയാൾ പടം ഹിറ്റാണെന്നറിഞ്ഞപ്പോൾ എന്തൊക്കെയോ കാണിക്കാൻ ചെയ്തു കൂട്ടിയ നാടകങ്ങളിൽ ആ സീക്രട്ട് ഏജൻറ്റിനും തെറി വാരി കൂട്ടിക്കൊടുത്തു. അയാൾ ബണ്ണ് വായിൽ വെച്ച് വീഡിയോയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഈ പറയുന്ന മാധ്യമത്തിൽ ആകെയും വന്നത്. എന്നാൽ പുള്ളി പറഞ്ഞ പോസിറ്റീവ് എന്തുകൊണ്ട് വന്നില്ല? സിമ്പിളാണ് കാര്യം. അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി നടത്തിയ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് അവിടെയാണ് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തത്. എന്നെ ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയാവുന്നവർ വരെ ഈ ബണ്ണിൻ്റെ സാധനം അയച്ചു തരുമ്പോൾ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു ഫുള്ള് കാണുമെന്ന് പറയും. ഫുള്ള് കണ്ടു കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് എന്താ അറിയോ, ആളിയാ നീ നല്ലതല്ലേ പറഞ്ഞ്, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓരോ ചാനലുകളിലും എൻ്റെ ബണ്ണിൻ്റെത് മാത്രമാണ് വെച്ച്. ഓരോ ചാനലുകളിലും ഞാൻ ബണ്ണ് കടിച്ചിരിക്കുന്നതിൻ്റെ തമ്മിൽ മാത്രമാണ് വന്നത്. ഞാൻ തന്നെ പേഴ്സണലി പറയുന്നു, ബണ്ണ് കടിച്ചു പിടിക്കാൻ കാരണം എൻ്റെ ഹൈ ആണ്. ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് അത്രയും ഹൈ ആയതുകൊണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുമാണെന്ന് ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ചെവിയൊന്നും കിട്ടില്ലല്ലോ, ബണ്ണല്ലേ കിട്ടൂ. ബണ്ണ് പോലെ മിമിക്ക് ചെയ്തു എനിക്ക് ചുറ്റുള്ളവർ ചെവി കടിച്ച് പറയാൻ തോന്നി. കാരണം എനിക്ക് അത്രയും ഹൈ ആണ് ആ പടം കണ്ടിട്ട്, അത്രയും ചോര തിളച്ചു. എനിക്ക് അത്രയും ഇഷ്ടമായി എന്നാണ് ഞാൻ പറയുന്നത്. അതുവരെ എടുത്തു വെച്ച് എന്നെ പേഴ്സണലി എൻ്റെ വീട്ടുകാർ എന്നെയും കുത്തുന്ന രീതിയിൽ എനിക്കെതിരെ ഒരുമാതിരി വർഗീയത വെച്ചിട്ട് എന്നെ ക്രെഡിബിലിറ്റി കളയുന്ന രീതിയിൽ ഈ സാധനം അടിച്ചിറക്കിയത് എന്തിനുള്ള ചോദ്യം ഞാൻ ഇപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്. ഇതിൻ്റെ സിനിമയുടെ ടോപ്പ് ടു ബോട്ടം PR ഏറ്റെടുത്ത ടീം തന്നെ, അതിലെ വ്യക്തി തന്നെ പറയുന്നു സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ഇത്രയും നെഗറ്റീവ് കൊണ്ടു ചെന്നെത്തിച്ചത് ആരാന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. ഇതിലും കൂടുതൽ എന്ത് വേണം? ഞാൻ അന്ന് PR കുറിച്ചിട്ടും എന്നിലേക്ക് വന്ന ഹെയ്റ്റിനെ കുറിച്ചും ഞാൻ പറയുന്നു എല്ലാവരും PR അല്ല, പക്ഷേ PR ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി പലരും. മനസ്സിലായോ? ഞാൻ അന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം ആദ്യത്തെ ഒരു 10, 12, 15 മിനിറ്റ് നേരം എല്ലാവരും പടം കണ്ടവരും ബാക്കിയുള്ളവരൊക്കെ വളരെ മാന്യമായിട്ട് ഇട്ടിട്ട് പോകുന്നതിനിടയിൽ ഗ്രഡ്ജ് ഏജൻറ്റ്, ഗ്രഡ്ജ് റിവ്യൂ, ഗ്രഡ്ജ് സീക്രട്ട്, ഗ്രഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഇട്ട് കമൻറ്റ് ചെയ്ത് കുറേ PR കമൻറ്റുകൾ ഇട്ടിട്ട് വായിക്കുന്നവർക്കൊക്കെ ഈ സംഗതി മാത്രം കണക്ട് ചെയ്ത് ഇവർ ട്രോള് മീമ് സാധനങ്ങൾ ഇറക്കി. നിങ്ങൾ എൻ്റെ ട്രോളുകൾ വന്ന പേജുകൾ നിങ്ങൾ കൊടുത്തു, ഒക്കെ ബജ്രംഗ് ദള്, RSS, BJP, സംഘപരിവാർ എന്ന് പറഞ്ഞ പേജുകളാണ് അധികവും മോസ്റ്റ്ലി. പിന്നെ ഇവിടുത്തെ കുറേ മഹാന്മാരായിട്ടുള്ള ട്രോളും മീമും ചെയ്യുന്ന, പൈസ വാങ്ങിയിട്ട് ഈ പരിപാടി കാണിക്കുന്ന കുറേ എണ്ണങ്ങൾ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ
വൃത്തികെട്ട രീതിയിലുള്ള PR ഒരു വ്യക്തിക്കെതിരെ നടത്തുമ്പോൾ ആ വ്യക്തി എത്രത്തോളം അത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നും ഇവനൊന്നും അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി ബാക്കി കൂടി വായിക്കാം. അതാണ് ഇവൻ്റെയൊക്കെ തൊലിഞ്ഞ രീതി. എന്നിട്ട് മാർക്കറ്റിങ്ങിൻ്റെ അതാണ് ഇവൻ്റെയൊക്കെ തൊലിഞ്ഞ മാർക്കറ്റിംഗ് രീതി. പ്രശംസ ലഭിക്കാൻ ഒരു മാന്യതയും അന്തസ്സും ഇല്ലാതെ ചാനലുകൾ കയറി ഇറങ്ങി സ്വയം വലിയവനാകുന്നു. എന്തായാലും ഇതിനു വേണ്ടി പണിയെടുത്തത് ഞാനാണെങ്കിൽ ഈ പറയുന്നവൻ്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രസ്തുത താരത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കുന്നവൻ്റെ ബുദ്ധി കൊണ്ടൊന്നും ഒരു പടം മാർക്കറ്റ് ചെയ്യാനാവില്ലെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ ശേഷമൊക്കെ വാർത്ത കൊടുക്കാൻ നോക്കണം. ന്യൂസ് 18 കേട്ടോ. റിൻസി ഇട്ട കമൻ്റാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. റിൻസിയായിട്ട് ഞാൻ പേഴ്സണലി കണക്ട് ചെയ്ത് ടോപ്പ് ടു ബോട്ടം കാര്യങ്ങൾ ചോദിച്ച് എല്ലാം അറിഞ്ഞ് എല്ലാ വിവരങ്ങളും എടുത്തതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് അടിച്ചു മാറ്റലും പരിപാടിയൊക്കെ വളരെ മോശപ്പെട്ട പരിപാടിയാണ്. അത് ആരാണ്, വിപിൻ കുമാർ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് ഒരു ടീം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കുക. അവർക്ക് അതൊരു മാന്യതയാണ്. ആ ടീമിന് അത് കൊടുക്കുക എന്നുള്ള മാന്യതയാണ്. നിങ്ങൾ വന്നിരുന്ന എവിടെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ കൂടി അഡ്രസ്സ് ചെയ്യുക. ഞാൻ മാത്രമല്ല ഇവരും ഉണ്ട് എന്നുള്ളതും ഒരു മനുഷ്യൻ്റെ മാന്യതയാണ്. ഇനി കമ്മിങ് ടു സീക്രട്ട് ഏജൻറ്റ്, എനിക്കെതിരെ നിങ്ങൾ ട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ ചെയ്ത ഈ ഒരു വർഗീയത കലർന്ന ഈ ഒരു PR വർക്ക് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ചോദിക്കട്ടെ. മാളികപ്പുറം ഹാപ്പൻഡ്. അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ മോശമായ രീതിയിൽ അതിലേക്ക് മതം കുത്തിക്കലർത്തിയുള്ള PR നടത്തിയത് കൊണ്ട് എനിക്കും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും എന്ത് വന്നിട്ടുണ്ട്, പേഴ്സണൽ ഹാം വന്നിട്ടുണ്ട്. കാരണം ആ വ്യക്തിയിലേക്ക് മുദ്ര കുത്തപ്പെട്ടത് സമാജം സ്റ്റാർന്നും ഉണ്ണി മുകുന്ദനെ ഒരുമാതിരി സംഖ്യ എലമെൻ്റ് ആക്കിയിട്ടാണ് ആ ഒരു പടത്തിൻ്റെ PR നെഗറ്റീവായി ചെയ്തതുകൊണ്ട് പടം ഹിറ്റായി അല്ലെങ്കിൽ പടത്തിൽ നിന്ന് പൈസ വന്നോ എന്നുള്ളതല്ല, പക്ഷെ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്കും ആ നടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അയാളുടെ വർക്കിലേക്കും അയാളുടെ പ്രൊഫഷനിലേക്കും പൊളിറ്റിക്സും റിലീജിയനും കുത്തിക്കയറി. അതിനുശേഷം ഇവിടെ വേറൊരു സിനിമ ഇറങ്ങി, ജയ് ഗണേഷ് എന്ന് പറഞ്ഞിട്ട് ഈ നടൻ്റെ. അന്ന് സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിനകത്താണ്. ഈ ഒരു ജയ് ഗണേഷിൻ്റെ പ്രൊമോഷൻ രീതിയും ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്ത് അസസ് ചെയ്തു. ഈ നടന് കൂടുതൽ ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, കൂടുതൽ ഇയാൾക്ക് കളിയാക്കളികൾ ഉണ്ടാക്കി കൊടുക്കുക, ഈ നടനിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുക, ഈ വർഗീയത ഈ പറഞ്ഞ റിലീജിയസ് എലമെൻറ്റ് കയറുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് നടന്നതുകൊണ്ടും സീക്രട്ട് ഏജൻറ്റ് റിവ്യൂ പറയാനോ സീക്രട്ട് ഏജൻറ്റ് സ്ഥലത്തോ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തലയിലും കൊണ്ടുവന്നിടാൻ പറ്റാത്തതുകൊണ്ട് ആ സിനിമ ഹുദാ ഹവാ പോകാം. എഗെയിൻ മാർക്കോ ഇറങ്ങുന്നു. ഞാൻ ബിഗ് ബോസും അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ റിവ്യൂ ചെയ്യാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങുന്നു. ആ സിനിമയുടെ PR വർക്ക് ഏറ്റെടുത്ത ടീം വളരെ വൃത്തിയായി വല്ല അടിപൊളിയായിട്ട് ആ നടനിലേക്ക് ഒരു തരത്തിലും ആ നടന് ഉണ്ടായിരുന്ന ഈ റിലീജിയൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഈ മതം വെച്ചിട്ടുള്ള അയാളുടെ ഇമേജ് വരെ അവർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വെട്ടി ഇല്ലാതാക്കി പുതിയൊരു ഫേസ് ആ നടനിലേക്ക് കൊടുക്കുന്നു. വയലന്റ് യങ് സൂപ്പർ സ്റ്റാർ ഇമേജ് വരുന്നു. സിനിമ ഇറങ്ങുന്നു, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഹിറ്റാവുന്നു. എന്നിട്ടും ഇതിൻ്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ എന്ന എന്നെ ഈ ട്രോൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി, ഈ പെർട്ടിക്കുലർ പേഴ്സൺ, ഞാൻ പറഞ്ഞു ഇതിനു മുമ്പും ഇയാളുടെ പേര് എന്നിലേക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മാളികപ്പുറം ഇഷ്യൂവിൽ. പക്ഷെ ഞാനത് കൺസിഡർ ചെയ്തില്ല. എഗെയിൻ റിൻസി വന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനും കണക്റ്റ് ആവും. ഈ പടം ഇറങ്ങി ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ ട്രോളും മീമും വന്നിട്ടുള്ളത് എനിക്കാണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് വികാരം പൊട്ടിയിട്ടുണ്ടാവുക ചിലപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുകളിൽ പക തീർത്തിട്ടും അല്ലെങ്കിൽ കമൻ്റ് ഇട്ടിട്ടും ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്? അതായത് ഒരു വ്യക്തി, ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും എന്നെ വില്ലനായിട്ട് ഉണ്ണിമുകുന്ദനൊപ്പം പ്ലേസ് ചെയ്യരുത്. കാരണം അയാൾക്ക് തന്നെ അതൊരു മാനക്കേടാണ്. ഞാൻ ആരാ ഒരു സിനിമ ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് അതിൽ സൈറസിനെ പോലെ വലിയൊരു വില്ലൻ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലും വലിയൊരു വില്ലനായിട്ട് എന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. എന്തിന്? വൈ? ആര് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാനായിട്ട് ചെയ്യുന്നില്ല, ഞാനായിട്ട് ചെയ്യുന്നുമില്ല. കാരണം എനിക്കത് PR പണിയില്ല, ഞാനത് ചെയ്യാറുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങളും ഇല്ലെങ്കിൽ പേഴ്സണൽ സാധനങ്ങളും ഈ പറഞ്ഞ എന്നെയോ ഈ വ്യക്തിയെയോ കണക്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പഴയ സാധനങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഈ പറഞ്ഞ റിലീജിയസ് ആസ്പെക്റ്റ് വെച്ച് വളരെ മോശമായ രീതിയിൽ എന്നിലേക്കും അറ്റാക്ക് കൊണ്ടുവന്നിട്ടതും ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ മൈലേജ് അതിലൂടെ കിട്ടുന്നതും ഒക്കെ
ഈ വൃത്തികെട്ട തലയിരിക്കുന്ന ഈ പി ആറിങ്ങിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ്ലി ഞാൻ പി ആറിനെ കുറ്റം പറയില്ല. ചിലർ ചിലപ്പോൾ തോന്നിക്കാണാം, ചിലർ ജെന്യുവിൻ പ്രൊഫൈൽസ് നിന്ന് കമൻ്റ് ഇടാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇടുന്ന ആളുകൾ വളരെ അധികമാണ്, കൂടുതലാണ്. ഞാൻ പറഞ്ഞു, ഉണ്ണി മുകുന്ദൻ ഫാൻസ് തന്നെ ഒബ്സ്ക്യൂര മീഡിയയ്ക്കും റിൻസിക്കും ഒരുപാട് ക്ലാപ്സ് കൊടുത്തിട്ടുണ്ട്, കയ്യടി കൊടുത്തിട്ടുണ്ട്. കാരണം ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടന്, അവരൊരു സിനിമയിലൊരു ആക്ടർ, ഒരു നടൻ, അയാളുടെ രാഷ്ട്രീയ മതം നോക്കാതെയാണ് ഉണ്ണി മുകുന്ദൻ ഫാൻസ് അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ലുക്സ് ആവാം, അയാളുടെ അഭിനയമാവാം, അയാളുടെ സ്വാഗ് ആവാം, അത് കണ്ടിട്ടാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. ഞാനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. കാരണം അത് അച്ചീവ് ചെയ്യാനുള്ള പാടാണ്. അയാളുടെ പോലത്തെ ഒരു ബോഡി അച്ചീവ് ചെയ്യാൻ വളരെ പാടാണ്. അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, അത്രയും വലിയൊരു സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, അതൊക്കെ മലയാളത്തിലെ നടന്മാരിൽ വളരെ കുറവാണ്. കുറച്ച് ആളുകൾക്കേ അതുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് റിലീജിയൻ, മതം വെച്ചിട്ടുള്ള ഒരു തരം വൃത്തികെട്ട പേഴ്സണൽ പി ആറിങ് വേണം. സിനിമ ഇറങ്ങുന്ന സമയത്ത് ഓരോ ആളുകളെ ടാർഗറ്റ്, ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പേഴ്സണൽ ടാർഗറ്റിങ്ങിൽ എത്ര ആൾ വന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക. ഒരുമാതിരി റിവെഞ്ച് തീർക്കുന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റിങ് ഇവിടെ നടക്കുന്നില്ലേ? ഷെയ്ൻ നിഗം, മാമുക്കോയുടെ നിസാർ മാമുക്കോയുടെ സണ്ണ്, അങ്ങനെ എത്ര പേർക്കെതിരെ ഈ സാധനങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്കറിയോ? എത്ര പേർക്കെതിരെ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഊളപ്പരിപാടിയാണ്. മനസ്സിലായോ? ചെയ്യാം, പി ആറിങ് ചെയ്യാം, എന്ത് പരിപാടിയും കാണിക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതോ അല്ലാത്ത കാര്യങ്ങൾ വെച്ച് നമ്മളെ തല വെച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ മുന്നിൽ കാണിച്ച് അതിലൂടെ നമുക്ക് ഹെയ്റ്റ് തരുന്ന രീതിയിലുള്ള പി ആർ വർക്കും ചെയ്ത് ട്രോളും മീമും സാധനങ്ങൾ 10 ഇരുന്ന് വർഗീയത കുത്തിക്കലർത്തി അടിച്ച് ആ നടനും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്ത് നമ്മളിലേക്കും ഇതിൻ്റെ വൃത്തികെട്ട ബാഗേജ് കൊണ്ടുവന്നിട്ടിട്ട് ഇതിനിടയിൽ ഇരുന്ന് ചോര കുടിക്കുന്ന ചെന്നായെപ്പോലെ ഇരുന്നാൽ അധിക കാലം ഫുഡ് കഴിക്കാൻ പറ്റൂല. മനസ്സിലായി? എക്സ്പോസ്ഡ് ആവും ഏതെങ്കിലും ഒരു സമയത്ത്. പി ആറിങ് ചെയ്യാം, വളരെ മാന്യമായിട്ട് ചെയ്യാം, എല്ലാവർക്കും ഹെൽത്തി ആയിട്ട്. ഒരു സിനിമയാണെങ്കിൽ അതിന് പി ആർ വേണം, പക്ഷെ അത് ആരും ഉപദ്രവിച്ചുകൊണ്ട് ആവരുത്. അത്രേ പറയാനുള്ളൂ. ഒരാളെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയിട്ടും ആവരുത്. ആ ടീം, എൻറ്റയർ ടീം, അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത ഒരാളെ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പി ആർ വർക്ക് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കിയ ടീമിനെ വരെ ഒന്നും അല്ലാത്ത രീതിയിൽ അവരാരുമല്ല ഞാനാ ചെയ്തതെന്ന് പറയാൻ കാണിക്കുന്ന ഉളുപ്പില്ലായ്മ, അത്രയും ഉള്ളൊരു മനുഷ്യൻ നമ്മളെയൊക്കെ വെറുതെ വിടുന്ന തോന്നുന്നുണ്ടോ? കാരണം ഞാനൊന്നും ആരും അല്ലടേ. ഞാൻ ഒരു യൂട്യൂബർ, ആഫ്റ്റർ ഓൾ യൂട്യൂബർ, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ വന്നിരുന്ന് ഇപ്പം ഈ വീഡിയോ ഇട്ടാലും ഇതിനടിയിലും ഇതേ ടീം കമൻ്റ് ചെയ്യിക്കും, വീണ്ടും വീണ്ടും പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്ക് ഉണ്ണി മുന്തനൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ അങ്ങേരെ സ്വന്തം കാര്യം നോക്കുന്നു, സിനിമ ഇന്ന് പോകുന്നു. നോ ഹേറ്റ് ടുവേർഡ്സ് ഹിം, നോ ഹേറ്റ്. ഓക്കെ? പക്ഷെ ഇങ്ങനത്തെ പി ആറിങ്ങിൽ ഇരയായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. കാരണം ഈ സിനിമയുടെ പ്രോപ്പർ പി ആർ ഡിസൈൻ ചെയ്ത് പി ആർ ചെയ്ത വ്യക്തികളാണ് ഈ ഒരു ഇൻഫർമേഷൻ എഴുതിയിടുന്നത്. സീക്രട്ട് ഏജന്റിനെ വരെ വലിച്ചഴച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടു അയാൾ പറഞ്ഞ നല്ലത് ഒന്നും ഇട്ടില്ല. സത്യമാണ്, ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഈ ഉണ്ണി മുന്തന് തന്നെ ഒരു പുതിയ ഫേസ് കൊടുത്ത ഈ ടീമിനെ ഒട്ടും അഡ്രസ്സ് ചെയ്യാതെ ഇവരെ പറ്റ ചവിട്ടി കുത്തി ഒരു സൈഡിലിട്ട് ക്രെഡിറ്റ് അടിച്ച് മാറ്റിയ ആളോടാണ് പറയാനുള്ളത്, നിങ്ങൾ ആർക്കൊക്കെ എത്രയൊക്കെ ആളുകളെ പേഴ്സണലി ഹെയ്റ്റ് ചെയ്തിട്ടുള്ള ഈ വൃത്തികെട്ട പി ആറിങ് ചെയ്തിട്ടുണ്ടോ, ഇത് വൺ ഡേ തിരിച്ച് തലയിൽ വന്നിരിക്കും. ഓക്കെ? അത് കൗണ്ട് ചെയ്തിരുന്നു. അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ മോശം പിടിച്ച പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് 1 by 1 ആയിട്ട് കിട്ടുന്നുണ്ട്. ഓരോന്നായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇത്രയും ക്രെഡിബിലിറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അതിന് ഇതാണ് ആവശ്യം. അല്ലെങ്കിൽ ഒരു സാധനം ഹിറ്റാക്കാൻ വേണ്ടി മറ്റതിനെ ഇല്ലാതാക്കുക എന്നുള്ള പരിപാടി. ദിസ് ഈസ് നോട്ട് ഹെൽത്തി വൺ. ഓക്കെ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, കുറച്ചെങ്കിലും ആളുകൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒന്നുമില്ലാതെ വെറുതെ ഒന്നും പറയില്ല. എന്നിലേക്ക് പി ആർ ഇട്ടതും എന്നെ ഈ പറഞ്ഞ റിലീജിയസ് സാധനം വെച്ച് പി ആർ അടിച്ചതും എൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരും, ഞാൻ വീണ്ടും പറഞ്ഞു, ഉണ്ണി മുന്തൻ ഫാൻസ് കുറേ നല്ലവരായ ആളുകളുണ്ട്. അവരോടൊരു ബിഗ് താങ്ക് യു. ബിക്കോസ് അവരിൽ പലർക്കും ഈ പറഞ്ഞ വ്യക്തിയുടെ റിയൽ ഫേസ് അറിയാം. അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവരുടെ സ്റ്റാറിന് ഈ പറഞ്ഞ രീതിയിലുള്ള റിലീജിയസ്, ഈ പറഞ്ഞ പൊളിറ്റിക്കൽ, ഈ പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ ഈ കല്യാണം, അത് ഇത് മറ്റെന്ന് പറഞ്ഞാൽ ഇയാളെ ഒരുമാതിരി എന്താ പറയുക, വളരെ മോശമായ രീതിയിലുള്ളൊരു പേഴ്സണൽ പി ആറിങ് നടത്തി ഇയാളുടെ ഇമേജ് ടാർണിഷ് ചെയ്ത രീതിയിൽ ഈ ചങ്ങാതി കൊണ്ടു നടക്കുമ്പോൾ അതിൽ നിന്ന് ഈ അവരുടെ സ്റ്റാർ പൊന്തി വന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം കൂടി അവർക്കിപ്പോൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഒബ്സ്ക്യൂറ ആൻഡ് റിൻസി. ആൻഡ് ഉണ്ണി മുന്തൻ ഫാൻസ് തന്നെ പലരും എന്നോട് പേഴ്സണലി ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സായി ചേട്ടാ
ചേട്ടൻ്റെ റിവ്യൂ ഞങ്ങൾ ഫുള്ള് കണ്ടതാ. എനിക്ക് അവിടെ നിന്നൊക്കെയാണ് അന്ന് ഇത് കണക്റ്റ് ആകുന്നത്. നിങ്ങൾ റിവ്യൂ ഞങ്ങൾ ഫുള്ള് കണ്ടതാണ്. പക്ഷേ എങ്ങനെ ഇത് വരുന്നത്? ഞങ്ങളല്ല ചെയ്യുന്നത്. വി ആർ നോട്ട്. അവർ കൃത്യമായിട്ട് കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങളല്ല. കാരണം ഞങ്ങൾ നിങ്ങളിട്ട റിവ്യൂ കണ്ടതാണ്, അതിനകത്ത് നിങ്ങൾ പറയുന്നില്ല. പക്ഷേ മതം എലമെൻറ്റ് കുത്തിക്കയറ്റി, റിലീജിയസ് എലമെൻറ്റ് കുത്തിക്കയറ്റി, മാളികപ്പുറം ഹിറ്റായപ്പോൾ ഈ ഒരു റൈവർലി ലൈക്ക് ആ സാധനം ഉണ്ടല്ലോ ഇവിടെ ഒരു ഒരസൽ, ആ സാധനം വീണ്ടും ഇവിടെ പുതിയൊരു പഴയ സാധനം എടുത്തൊന്ന് പുതിയ കുപ്പിയിലിട്ടത് അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയ ഒരുമാതിരി മൾട്ടിപ്പിൾ ഫാദർ പരിപാടിയാണ് കാണിച്ചത്. അതുകൊണ്ട് എനിക്കുണ്ടായ എനിക്കെന്താ പറയുക, വേറെ ഒരു നഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന സങ്കടം എന്താ വെച്ചെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പേരിലും എൻ്റെ വീട്ടുകാരുടെ പേരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന വൃത്തികെട്ട കുറേ PR പോസ്റ്റുകളായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ പൊള്ളിച്ചത്. അതിന് കിട്ടാനുള്ള കർമ്മ ചെയ്ത വ്യക്തിക്ക് ഇനിയും കിട്ടും, കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും.